Hi students, welcome to the new class of Coder for Commerce. In the last class, as a part of Introduction to Accounting, we were discussing about the meaning of business transactions, different kinds of business transactions, as meaning of assets, different kinds of assets, etc. And now we are going to analyze the meaning of liabilities and some other terms. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിംഗ് പരിചയപ്പെടുന്നതിന് വേണ്ടി ഒരു മോഹൻ ചേട്ടനെ കൂട്ടുപിടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ടേമിനെയും പരിചയപ്പെട്ടത്. ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ? മോഹൻ ചേട്ടൻ എന്ന് പറയുന്ന എന്റെ സമീപവാസി ഒരു ബിസിനസ് തുടങ്ങുന്നു. അദ്ദേഹത്തിന്റെ 5 ലക്ഷം രൂപ വിലയുള്ള ലാൻഡ്, 10 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള 10 ലക്ഷം രൂപ വിലയുള്ള ബിൽഡിംഗ്, അതേപോലെ ഒരു 10 ലക്ഷം രൂപ ക്യാഷ്, ഇത്രയും കൊണ്ടാണ് അദ്ദേഹം ബിസിനസ് തുടങ്ങിയത്. എം ഫർണിച്ചർ മാർട്ട് എന്നായിരുന്നു ആ ബിസിനസിന്റെ പേര്. കയ്യിലുണ്ടായിരുന്ന ക്യാഷ് കൊടുത്ത് അദ്ദേഹം കുറച്ച് സ്റ്റോക്ക് വാങ്ങിച്ചു, സാധനങ്ങൾ, ഫർണിച്ചർ ഉണ്ടാക്കാനുള്ള തടി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മെഷീനറി വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് പൈസ ചെലവാക്കി, ബാക്കി ക്യാഷ് കയ്യിലുണ്ട്, കുറച്ച് പൈസ ബാങ്കിലിട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ കുറെ അസറ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള കാശാണത്. ക്യാഷ് ഇൻ ബാങ്ക്, ബാങ്കിൽ കിടക്കുന്ന ക്യാഷാണ്. കുറെ സാധനങ്ങൾ മേടിച്ചു വെച്ച് അതിന് സ്റ്റോക്ക് എന്ന് വിളിക്കും. മെഷീൻ വാങ്ങിച്ചു, മെഷീനറി. സ്വന്തമായിട്ടുണ്ടായിരുന്ന ബിൽഡിങ്ങിലാണ് അദ്ദേഹം ബിസിനസ് തുടങ്ങിയത്. അതുകൊണ്ട് ബിൽഡിംഗ് എന്നൊരു അസറ്റ് ആ ബിസിനസ്സിനുണ്ട്. അതേപോലെ ലാൻഡ് ഉണ്ട്. അതുപോലെ ആ ബിസിനസിന്റെ ഒരു പേരുണ്ട്, അതുകൊണ്ട് എം ഫർണിച്ചർ മാർട്ട് എന്നാണ്. അത് സ്വതന്ത്രമായി നിലനിൽപ്പുള്ളതാണ്. അതിന് രജിസ്ട്രേഷൻ ഉണ്ട്, നിയമത്തിന്റെ മുമ്പിൽ അതിന് സ്വന്തമായി നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് അത് ഒരു എൻറ്റിറ്റിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അസറ്റുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിലപിടിപ്പുള്ള ഐറ്റംസ് അല്ല, അസറ്റാണ്. ഇത് എൻറ്റിറ്റി. അദ്ദേഹം ഇതിനു വേണ്ടി നടത്തിയ ഇടപാടുകളെയൊക്കെ നമ്മൾ വിളിച്ച പേര് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്നായിരുന്നു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ പുതുതായി അടുത്ത പദം, അടുത്ത ടേം, ഇമ്പോർട്ടന്റ് ടേം ഓഫ് അക്കൗണ്ടിങ് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ലയബിലിറ്റീസ്. എം ഫർണിച്ചർ മാർട്ടിന് വേണ്ടി മോഹൻ ചേട്ടൻ 10 ലക്ഷം രൂപ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആ പണം പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ബാങ്കിലൊക്കെ ഇട്ടു, കുറെ ഫർണിച്ചർ വാങ്ങിച്ചു, കുറച്ച് മെഷീനറി വാങ്ങിച്ചു, കുറച്ച് സ്റ്റോക്കായിട്ട് മെഷീനറി ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തടി വാങ്ങിച്ചു, അങ്ങനെ വേജസ് കൊടുത്തു. അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ കയ്യിലെ കാശിന്റെ അളവ് കുറഞ്ഞു. സ്റ്റീൽ ഫർണിച്ചർ വാങ്ങിക്കാൻ പണമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ നിന്ന് കടമായി 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പർച്ചേസ്ഡ് സ്റ്റീൽ ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ഫ്രം. അപ്പൊ അന്ന് നമ്മൾ പേരെന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒമേഗ സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അല്ലെങ്കിൽ സ്റ്റീൽ ഫർണിച്ചർ കടമായി വാങ്ങിച്ചത്. അപ്പൊ പണം ഇല്ലാത്ത അവസ്ഥയിൽ ഇത് ബിസിനസ്സുകാർ ചെയ്യുന്ന പതിവാണ്. പണം ഇല്ലാതെ വന്നാൽ കടമായി സാധനങ്ങളോ ഒരുപക്ഷെ പണം തന്നെയോ വാങ്ങിക്കും. ഒരു ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ എടുക്കുന്നു, ബാങ്ക് ലോൺ. നമ്മൾ പൊതുമേഖലാ ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കാറുണ്ട്. അങ്ങനെ ലോൺ എടുക്കുന്നു. അപ്പൊ ബാങ്ക് ലോൺ, ഇപ്പോൾ പറഞ്ഞ ഒമേഗ സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിൽ നിന്നും നമ്മൾ കടമായി 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചത്. അപ്പോൾ ഒമേഗ സ്റ്റീൽസ് നമ്മൾ പണം കൊടുക്കാറുണ്ട്. അതേപോലെ ബാങ്ക് ലോൺ എടുത്തെങ്കിൽ ഇപ്പൊ SBIയിൽ നിന്നാണെങ്കിൽ SBIക്കും പണം കൊടുക്കാറുണ്ട്. അപ്പൊ 2 കൂട്ടർക്ക് നമ്മൾ കാശ് കൊടുക്കാറുണ്ട്. അത് ഈ സ്ഥാപനത്തിന്റെ എം ഫർണിച്ചർ മാർട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഡെറ്റ് ആണ്. ഡെറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ ആണ്, കടമാണ്. അവർ കൊടുക്കാനാണ്, ഒബ്ലിഗേഷൻ ആണ്, കടപ്പാടാണ്. അവർ കൊടുക്കേണ്ടതാണ്. അത് ഭാവിയിൽ കൊടുത്തു തീർക്കേണ്ടതാണ്. ഫ്യൂച്ചറിൽ they should pay the amount in future. ഈ കടമായി വാങ്ങിയ തുക അതിന്റെ കൺസേൺഡ് പാർട്ടികൾക്ക്, ഇപ്പോ സാധനം മേടിച്ചതാണെങ്കിൽ ഒമേഗ സ്റ്റീൽസിന്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത കേസിലാണെങ്കിൽ അത് SBIക്ക്, ഇത്രയും പണം അവർ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഡെറ്റ്സിനെ, ഇങ്ങനെ മറ്റുള്ളവർക്ക് പണമോ സാധനങ്ങളോ കടമായി വാങ്ങിച്ചതിന്റെ പേരിൽ നമ്മൾ കൊടുക്കാനുള്ള തുകകൾ, ആ ഡെറ്റ്സിനെ, ആ കടങ്ങളെ അല്ലെങ്കിൽ ആ ഒബ്ലിഗേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലയബിലിറ്റി. സോ ലയബിലിറ്റീസ് ആർ ദ ഡെറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ കടങ്ങളാണ്. പേയബിൾ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ ഇവർ കൊടുത്തു തീർക്കേണ്ടതായ തുക. ഇത് കൊടുക്കുന്നത്
പണമായാലോ മറ്റോ എന്തെങ്കിലും രീതിയിലോ കൊടുത്തു തീർക്കാം. അപ്പൊ ഇങ്ങനെ കൊടുത്തു തീർക്കാനുള്ള തുകകളെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം നമ്മളിപ്പോ പറഞ്ഞ ബാങ്ക് ലോൺ അതിനൊരു ഉദാഹരണമാണ്. ഒമേഗ സ്റ്റീൽസിന് കാശ് കൊടുക്കാറുണ്ട്. ഒമേഗ സ്റ്റീൽസ് പോലെ നമ്മൾ പണം കൊടുക്കാനുള്ള വ്യക്തികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ, പേഴ്സൺസ് ഓർ എൻറ്റിറ്റീസ് ടു ഹൂം സംതിങ് ഈസ് ടു ബി പെയ്ഡ്, നമ്മൾ കൊടുക്കാനുള്ള കാശ് കൊടുക്കാനുള്ളവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്. നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. എങ്കിലും ഒന്ന് പറയാം, ക്രെഡിറ്റേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് ബിസിനസ്സിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒമേഗ സ്റ്റീൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് എം ഫർണിച്ചർ മാർട്ട് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം പണം കൊടുക്കാനുണ്ട്. എം ഫർണിച്ചർ മാർട്ട് ഒമേഗ സ്റ്റീൽസിന് കൊടുക്കാനുണ്ട്. അപ്പൊ കൊടുക്കാനുള്ളത് ആർക്കാണ്? ഒമേഗ സ്റ്റീൽസിന്. അവിടെ ഒമേഗ സ്റ്റീൽസ് എന്ന് പറയുന്നത് എം ഫർണിച്ചർ മാർട്ടിന്റെ ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്. മുമ്പേ പറഞ്ഞ ബാങ്ക് ലോൺ ലയബിലിറ്റി ആണ്. അപ്പൊ ഇതാണ് ലയബിലിറ്റിയുടെ എക്സാമ്പിൾസ്. ബാങ്ക് ലോണ്, ക്രെഡിറ്റേഴ്സിന് വേറെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കത് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും തൽക്കാലം പറഞ്ഞാൽ മതിയാവും. അപ്പോ എന്താണ് ലയബിലിറ്റി എന്ന് ചോദിച്ചാൽ, ലയബിലിറ്റീസ് ആർ ദ ഡെറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ഓഫ് ദ ബിസിനസ് പേയബിൾ ഇൻ ഫ്യൂച്ചർ. എക്സാമ്പിൾസ് ക്രെഡിറ്റേഴ്സ് വരാം, ബാങ്ക് ലോൺ വരാം. നമ്മൾ അസറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ രണ്ടായി തരംതിരിക്കാമെന്ന് പറഞ്ഞു. കറന്റ് അസറ്റ്സ് എന്നും ഫിക്സ്ഡ് അസറ്റ്സ് എന്നും. അതുപോലെ ലയബിലിറ്റീസ് ആർ ഓൾസോ ക്ലാസിഫൈഡ് ഇൻ ടു 2 ബ്രോഡ് കാറ്റഗറീസ്. ലയബിലിറ്റീസിനെയും രണ്ടായി തരംതിരിക്കാം. ലയബിലിറ്റീസിനെ ഇതുപോലെ തന്നെയാണ് തരംതിരിക്കുന്നത്. കറന്റ് ലയബിലിറ്റീസും ഫിക്സ്ഡ് ലയബിലിറ്റീസും. കറന്റ് ലയബിലിറ്റീസിനെ നമ്മൾ കറന്റ് അസറ്റിന് മറ്റൊരു പേരുണ്ടായിരുന്നല്ലോ, ഷോർട്ട് ടൈം അസറ്റ്സ്. അതേപോലെ കറന്റ് ലയബിലിറ്റീസിനെ നമ്മൾ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് എന്ന് വിളിക്കും. ഫിക്സ്ഡ് ലയബിലിറ്റീസിനെ നമ്മൾ ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് വിളിക്കാം. നമ്മൾ കറന്റ് അസറ്റ് പറഞ്ഞപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ പണമായി തിരികെ കിട്ടുന്ന അസറ്റുകളെയാണ് കറന്റ് അസറ്റുകൾ എന്നാണ് വിളിച്ചത്. അപ്പൊ ഇതെന്താവാം? കറന്റ് ലയബിലിറ്റീസ് എന്താവാം? ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പണം കൊടുക്കേണ്ടതാണ്. അപ്പൊ ഒരു വർഷക്കാലത്തിനുള്ളിൽ പണം കൊടുക്കേണ്ടതായ ലയബിലിറ്റീസ് ഉണ്ട്. കൂടുതൽ കാലമൊന്നും അതിന് സാവകാശം കിട്ടില്ല, പെട്ടെന്ന് കൊടുക്കണം. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും കൊടുക്കേണ്ട ചില ലയബിലിറ്റീസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിലെ ഒമേഗ സ്റ്റീൽസിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു, അതിന്റെ പണം അത് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തേ പറ്റുള്ളൂ. അത്യാവശ്യത്തിന് വാങ്ങിച്ചാണ്, കടമായി വാങ്ങിച്ച തുകയാണ്. അത് ഒരു വർഷമൊന്നും കഴിയാൻ പറ്റില്ല. അവരും ബിസിനസ്സുകാരാണ്, അവർക്കും പണത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചത് നമ്മൾ വിറ്റ് അഴിക്കുന്ന ആ മുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ കാശ് വരുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കൊടുക്കും. സാധാരണ 3-6 മാസത്തിനുള്ളൊക്കെ അത് തിരിച്ചു കൊടുക്കാറ്. എന്തായാലും ഒരു വർഷത്തിനപ്പുറം പോകില്ല. അപ്പോൾ ഒമേഗ സ്റ്റീൽസ് നമ്മുടെ ക്രെഡിറ്റർ ആണെന്ന് പറഞ്ഞു. ആ ക്രെഡിറ്റർ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റി ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരം ലയബിലിറ്റീസിനെയാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അത് കുറഞ്ഞ കാലം മാത്രമേ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇതിനെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് ചോദിച്ചാൽ, കറന്റ് ലയബിലിറ്റീസ് ആർ ദ ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി പെയ്ഡ് വിത്തിൻ 1 ഇയർ. ഒരു വർഷക്കാലത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടതായ ലയബിലിറ്റീസിനെയാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ദേ ആർ ഓൾസോ കോൾഡ് ഷോർട്ട് ടേം ലയബിലിറ്റീസ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതിന് അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, ക്രെഡിറ്റേഴ്സ്. വേറെ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കി. ഇപ്പോൾ അതിന്റെ കാര്യം മനസ്സിലായല്ലോ. രണ്ടാമത്തെ തരം ലയബിലിറ്റീസ് ആണ് ഫിക്സ്ഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസ്. നമ്മൾ രണ്ടാമത് പറഞ്ഞ ലയബിലിറ്റിയുടെ ഉദാഹരണം പറഞ്ഞാൽ ബാങ്ക് ലോൺ പറഞ്ഞിരുന്നു. ഒരു സ്ഥാപനം ബാങ്കിൽ നിന്ന് കുറെ പൈസ ലോൺ എടുത്തു. ഇപ്പോ ഒരു 2 ലക്ഷം രൂപയാണ് നമ്മുടെ എം ഫർണിച്ചർ മാർട്ട് SBIയിൽ നിന്ന് ലോൺ എടുത്തെന്ന് സങ്കല്പിക്കുക. അത് ഉടനെ ഒന്നും കൊടുത്തു തീർക്കാനല്ല എടുക്കുന്നത്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ കുറേശ്ശെയായാണ് കൊടുക്കുന്നത്. മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും മറ്റും 2000 5000 അതിന്റെ അവർ നിശ്ചയിക്കുന്ന ഒരു ഇൻസ്റ്റാൾമെന്റ് ഉണ്ടാവും. നമ്മൾ എത്ര നാളത്തേക്കാണോ ഇത് കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചത് അതനുസരിച്ച് ഒരു ഇൻസ്റ്റാൾമെന്റ് ബാങ്ക് പറയും, അങ്ങനെയാണ് കൊടുത്തു തീർക്കുന്നത്. അതെന്തായാലും നമ്മൾ ലോൺ എടുക്കുന്നത് ഒരു വർഷത്തിൽ താഴെയല്ല. പലപ്പോഴും ലോൺ എടുക്കുന്നത് 2, 3, 5 അതിൽ ഏറെ വർഷമുണ്ട്. ലോങ് ടൈം ലോണുകളൊക്കെ ഉണ്ട്, 10 വർഷത്തെ ഒക്കെ ലോണുകളുണ്ട്. 10-15 വർഷത്തേക്കൊക്കെ ഹൗസിംഗ് ലോണുകളൊക്കെ എന്ന് പറഞ്ഞാൽ 10-20 വർഷത്തേക്ക് കിട്ടും. അപ്പോൾ ഒരു ബിസിനസ് ലോൺ എടുക്കുമ്പോൾ എന്തായാലും 5 വർഷത്തേക്കെങ്കിലും ആയിരിക്കും ഇത്തരം ലോണുകൾ എടുക്കാറുള്ളത്. അപ്പോൾ ബാങ്ക് ലോൺ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കുന്നില്ലല്ലോ. ഒരു വർഷത്തിനപ്പുറമാണ് അതിന്റെ പേയ്മെന്റിന്റെ കാലാവധി അല്ലെങ്കിൽ സാവകാശം ലഭിക്കുന്നത്. അത്തരം ലയബിലിറ്റീസിനെയാണ് ദ ലയബിലിറ്റീസ് വിച്ച് ആർ നോട്ട് ടു ബി പെയ്ഡ് വിത്തിൻ 1 ഇയർ.
ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടാത്ത ലയബിലിറ്റീസ്, അത്തരം ലയബിലിറ്റീസിനെയാണ് നമ്മൾ ലോങ് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, ബാങ്ക് ലോൺ അതിനൊരു എക്സാമ്പിൾ ആണ്. വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പദമാണ് ക്യാപിറ്റൽ. നമ്മൾ ട്രാൻസാക്ഷൻ മനസ്സിലാക്കി, അസറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി, ലയബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കി. അടുത്തത് ക്യാപിറ്റൽ. നമ്മൾ എം ഫർണിച്ചർ മാർട്ട് തുടങ്ങിയപ്പോൾ ഈ മോഹൻ എന്ന വ്യക്തി ബിസിനസ് തുടങ്ങാനായി അദ്ദേഹത്തിൻ്റെതായ കുറെ സമ്പാദ്യങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒരു 10 lakh rupees ക്യാഷ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഗൾഫ് ജീവിതത്തിൽ നിന്നും കിട്ടിയ സമ്പാദ്യം. പിന്നെ അദ്ദേഹം മുമ്പുണ്ടായിരുന്ന അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ചിട്ട് വെച്ചിരുന്ന ഒരു ബിൽഡിംഗ് ഇതിനുവേണ്ടി ഉപയോഗിച്ചു, ഒരു 10 ലക്ഷം രൂപയുടെ ബിൽഡിംഗ്. അത് നിൽക്കുന്ന പുരയിടം, ലാൻഡ്, 5 ലക്ഷം രൂപയുടെ ലാൻഡ്. അപ്പൊ അങ്ങനെ 3 കാര്യങ്ങൾ അദ്ദേഹം ബിസിനസ്സിലേക്ക് മുടക്കി. ദി എമൗണ്ട് ഓഫ് ക്യാഷ്, കുറച്ച് ക്യാഷ് മുടക്കി. ആൻഡ് അതർ അസറ്റ്സ്, അത് ബിൽഡിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ലാൻഡ് ആയിരുന്നു. വേറെ എന്തെങ്കിലും മുടക്കാം, വേറെ സ്റ്റോക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് മുടക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ച് തടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ ഫർണിച്ചർ മാർട്ടിന് വേണ്ടി തടി ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നെങ്കിൽ ആ തടിക്ക് വിലയുണ്ട്. അപ്പൊ അത്തരം അസറ്റുകൾ, അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ മുടക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ 3 കാര്യങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. കുറച്ച് ക്യാഷും മറ്റു ചില അസറ്റ്, കുറച്ച് അതർ അസറ്റ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്. ഇങ്ങനെ ഒരു ബിസിനസിന്റെ ഓണറെ നമ്മൾ വേറൊരു പേര് വിളിക്കും, പ്രൊപ്രൈറ്റർ എന്ന് വിളിക്കും. ഒരു ബിസിനസ് നടത്തിപ്പുകാരനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്രൈറ്റർ. ഈ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിനെയോ അല്ലെങ്കിൽ അതർ അസറ്റ്സിനെയോ, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ക്യാഷും അസറ്റ്സും കൂടി ചേർന്നാൽ എത്ര രൂപയുണ്ട്? 10 ലക്ഷം രൂപ ക്യാഷ്, 10 ലക്ഷം രൂപ ബിൽഡിംഗ്, 5 ലക്ഷം രൂപ ലാൻഡ്. ടോട്ടൽ 25 lakhs, 25 ലക്ഷം രൂപ അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക്, എം ഫർണിച്ചർ മാർട്ടിലേക്ക് മുടക്കിയിട്ടുണ്ട്. ഈ 25 ലക്ഷം രൂപ, ഈ ടോട്ടൽ എമൗണ്ട് invested into the business by the owner or proprietor in the form of cash or other assets, പണമായോ മറ്റെന്തെങ്കിലും രൂപത്തിൽ, is called capital. അപ്പൊ ഇതിനെയാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. സോ ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ടു ദ ബിസിനസ് ബൈ ദി പ്രൊപ്രൈറ്റർ ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ്സ്. നമ്മുടെ കേസിലേക്ക് ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25 lakhs. ക്യാപിറ്റലിനെ നമ്മൾ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു, ഓണേഴ്സ് ഇക്വിറ്റി എന്നറിയപ്പെടും. Capital is also called owners equity. നമ്മൾ അവസാനം പഠിച്ച 3 കാര്യങ്ങൾ, അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ, ഇവ 3ഉം ഒരു സ്ഥാപനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. അക്കൗണ്ടിംഗിൽ ഇവയ്ക്ക് വലിയ ഒരു ബന്ധമുണ്ട്, ഒരു അഭേദ്യമായ ബന്ധം. യഥാർത്ഥത്തിൽ അക്കൗണ്ടൻസിയുടെ എല്ലാ സിദ്ധാന്തങ്ങളും എല്ലാ കാര്യങ്ങളും അധിഷ്ഠിതമായിരിക്കുന്നത് ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലാണ്. ആ ബന്ധത്തെ, ആ റിലേഷനെ നമുക്കൊരു ഇക്വേഷനായി അവതരിപ്പിക്കാം. അതിനെ വിളിക്കുന്ന പേര് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്നാണ്. അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഇതാണ്: അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സ് ഈക്വൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതായത് ഏതൊരു സ്ഥാപനത്തിന്റെയും മുഴുവൻ അസറ്റ്സിന് തുല്യമായിരിക്കും ആ സ്ഥാപനത്തിലെ മുഴുവൻ ലയബിലിറ്റിയും ക്യാപിറ്റലും കൂടി ചേരുന്ന തുക എപ്പോഴും തുല്യമായിരിക്കും. 1 രൂപയുടെ പോലും വ്യത്യാസം ഉണ്ടാവില്ല. അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ്ഡ് ആയിട്ട് വേറെ 2 ഇക്വേഷൻസ് കൂടി ഉണ്ടാക്കിയെടുക്കാം. അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആകുമ്പോൾ ലയബിലിറ്റി ഈക്വൽസ് എന്ത് പറയാൻ പറ്റും? ലയബിലിറ്റി ഈക്വൽസ് അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. അതേപോലെ ക്യാപിറ്റൽ ഈക്വൽസ്, ക്യാപിറ്റലിനെ കണ്ടുപിടിക്കാം, അസറ്റ്സ് മൈനസ് ലയബിലിറ്റി. ഇങ്ങനെ 2 ഇക്വേഷൻ കൂടി അതിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ബേസിക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ നമ്മൾ ആദ്യം പറഞ്ഞാണ് അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. എം ഫർണിച്ചർ മാർട്ട് നന്നായി നടക്കുകയാണ്. അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് മോഹൻ എന്ന് പറയുന്ന വ്യക്തി ആ സ്ഥാപനം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും ഇതിലേക്ക് മുടക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. എന്തായിരിക്കും ചെയ്തത്? അദ്ദേഹത്തിന്റെ ഈ പേഴ്സണലായിട്ട് പൈസ ഒന്നും ഇല്ലാന്ന് വെച്ചോ. സ്വാഭാവികമായിട്ടും അദ്ദേഹം ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ബിസിനസ്സിൽ പൈസ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആവശ്യമായ പൈസ ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും, ആവശ്യമായ ക്യാഷ് വിഡ്രോ ചെയ്യും. അതേപോലെ ഇപ്പോ അദ്ദേഹത്തിന്റെ മകൻ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് പഠിക്കാൻ ഒരു ടേബിൾ വേണം. ഇതൊരു ഫർണിച്ചർ മാർട്ടാണ് അദ്ദേഹം നടത്തുന്നത്. സ്വാഭാവികമായും
അദ്ദേഹം ടേബിൾ വേറൊരു കടയിൽ പോയല്ല വാങ്ങിക്കുന്നത്. തന്റെ കടയിലുണ്ടെങ്കിൽ ഒരു ടേബിൾ എടുത്ത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പല ബിസിനസ്സുകാരും ഇങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ബിസിനസ്സിൽ നിന്നും അവരുടെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, പേഴ്സണൽ പർപ്പസിന് വേണ്ടി, പേഴ്സണൽ യൂസിന് വേണ്ടി, ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി ഗുഡ്സ് കൊണ്ടുപോകാറുണ്ട്. അവിടെ വെച്ചിരിക്കുന്ന വിൽക്കാൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. പണവും എടുത്തുകൊണ്ട് പോകാറുണ്ട്, ക്യാഷും എടുത്തുകൊണ്ട് പോകാറുണ്ട്. അല്ലെങ്കിൽ ബിസിനസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ അതും വിഡ്രോ ചെയ്യാറുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുന്ന തുകകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ്. അപ്പൊ അടുത്ത നമ്മൾ പഠിക്കുന്ന പദം അതാണ് ഡ്രോയിങ്സ്. സോ ഡ്രോയിങ്സ് ഈസ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ്, പണമായോ സാധനങ്ങളായോ, വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ പിൻവലിക്കുന്നു ഫ്രം ദ ബിസിനസ്. ആ എമൗണ്ടിനെ വിളിക്കുന്നവരാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് withdrawn by the proprietor from the business for his personal use or domestic use. അങ്ങനെ വിഡ്രോ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ബിസിനസിന്റെ മുടക്കുമുതൽ അത്രയും കുറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം 25 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ബിസിനസ് തുടങ്ങിയത്. ഈ ഒരു വർഷം അദ്ദേഹം എല്ലാം കൂടെ ഒരു 1 ലക്ഷം രൂപയുടെ പണവും സാധനങ്ങളും കൊണ്ടുപോയി 24 ലക്ഷം രൂപയുള്ളൂ. സോ ഡ്രോയിങ്സ് ഡിക്രീസസ് ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. ഡ്രോയിങ്സ് മൂലം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഡ്രോയിങ്സ് ഡിക്രീസസ് ക്യാപിറ്റൽ ഓർ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയാം. ഡ്രോയിങ്സ് കൊണ്ടുപോകും തോറും അല്ലെങ്കിൽ ഡ്രോയിങ്സ് ആയിട്ട് കുറെ പൈസ പിൻവലിക്കുമ്പോൾ ആ കൊണ്ടുവന്ന മുടക്കുമുതലിൽ അത്രയും കുറവ്. ഇതാണ് ഡ്രോയിങ്സ്. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ എല്ലാ പദങ്ങളോടൊപ്പം ഗുഡ്സ് എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. ഗുഡ്സ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുഡ്സിന് സാധാരണ ഒരു അർത്ഥമേ ഉള്ളൂ, സാധനങ്ങൾ. നമുക്ക് എന്ത് തിങ്സിനെ നമ്മൾ സാധാരണ ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളെയാണ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഗുഡ്സ് എന്ന പദം ഉപയോഗിക്കുന്നത് ഒരു സ്ഥാപനം ഡീല് ചെയ്യുന്ന വസ്തുക്കളിലാണ്. ഇപ്പൊ എം ഫർണിച്ചർ മാർട്ട് ഡീൽ ചെയ്യുന്ന ഫർണിച്ചറിലാണ്. അവരുടെ ഗുഡ്സ് അവർ ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവര് വാങ്ങി വിൽക്കുന്ന സാധനങ്ങൾ ഫർണിച്ചറാണ്. അവരുടെ ഗുഡ്സ് എന്ന് പറയുന്നത് ഫർണിച്ചർ ഐറ്റംസ് ആണ്. അത് തടിയുടെ ഫർണിച്ചർ ആയിക്കോട്ടെ, തടിയുടെ ഫർണിച്ചറോ സ്റ്റീലിന്റെയോ പ്ലാസ്റ്റിക്കിന്റെ ഏതുതരം ഫർണിച്ചർ അവർ വാങ്ങി വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളെ ഒക്കെയും ഗുഡ്സ് എന്ന് വിളിക്കാം. അതല്ലെങ്കിൽ അവരുടെ ഫർണിച്ചർ, വുഡൻ ഫർണിച്ചർ അവർ ഉണ്ടാക്കുകയാണ്, അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നു, തടി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ പോളിഷോ അതല്ലെങ്കിൽ ഇരുമ്പിന്റെ ആണികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അതൊക്കെ അതിനകത്തിലേക്ക് പോവാം. ഇങ്ങനെ ഒരു ബിസിനസ് ഡീല് ചെയ്യുന്ന സാധനങ്ങളെയാണ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. തിങ്സ് ഓർ പ്രോഡക്ട്സ് ഇൻ വിച്ച് എ ബിസിനസ് ഡീൽസ്, അതാണ് ഗുഡ്സ്. മറ്റൊന്നിനെയും ഗുഡ്സ് എന്ന് വിളിക്കില്ല. ഉദാഹരണത്തിന് എം ഫർണിച്ചർ മാർട്ട് അവരുടെ സ്ഥാപനത്തിലേക്ക് ഒരു ഫാൻ വാങ്ങിച്ചു, അത് ഗുഡ്സ് അല്ല, അതവിടുത്തെ അസറ്റാണ്, ഫിറ്റിംഗ്സ് ആയിട്ട് വരും. അവര് ലാൻഡ് മെഷീനറി വാങ്ങിച്ചു എന്ന് പറയുന്നു. മെഷീനറി അവർ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുകയല്ല, ഇറ്റ് ഈസ് ഫോർ യൂസ്. സോ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ്സ് ഫോർ എം ഫർണിച്ചർ മാർട്ട്. ഇനി അവർ അവിടത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ടേബിൾ വാങ്ങിച്ചാൽ അത് ഗുഡ്സിനകത്ത് വരില്ല, അത് അവരുടെ അസറ്റ്, ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റായിട്ട് വരും. എം ഫർണിച്ചർ മാർട്ടിന്റെ കൗണ്ടറിലേക്ക് ഉപയോഗിക്കാൻ ഒരു ടേബിൾ വാങ്ങിക്കുന്നു, ഒരു ചെയർ വാങ്ങിക്കുന്നു, അതും ഫർണിച്ചറാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഫോർ സെയിൽ. സോ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ്സ് ഫോർ എം ഫർണിച്ചർ മാർട്ട്. അപ്പോൾ വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഡീൽ, അവർ ബിസിനസ് നടത്താൻ വേണ്ടി വാങ്ങിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളെയാണ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ സെയിൽ ഓർ ഫോർ മാനുഫാക്ചറിംഗ് പർപ്പസ്. ഒന്നില്ല, അത് വിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഫർണിച്ചർ വാങ്ങിക്കുന്നത് വിൽക്കാൻ വേണ്ടിയാണ്, അതല്ല തടി വാങ്ങിക്കുന്നത് തടിയായിട്ട് വിൽക്കാനല്ല, ബട്ട് ഫോർ മാനുഫാക്ചറിംഗ് വുഡൻ ഫർണിച്ചർ. ഇങ്ങനെയുള്ള സാധനങ്ങളെ വിളിക്കുന്നവരാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. സോ ഗുഡ്സ് ആർ തിങ്സ് ഓർ പ്രൊഡക്ട്സ് ഇൻ വിച്ച് എ ബിസിനസ് ഡീൽസ്. ഗുഡ്സുമായി ബന്ധപ്പെട്ട 3 അക്കൗണ്ടുകളാണ് അല്ലെങ്കിൽ 3 പദങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് പർച്ചേസസ്, രണ്ടാമത്തേത് സെയിൽസ്, മൂന്നാമത്തേത് സ്റ്റോക്ക്. ഗുഡ്സുമായി ബന്ധപ്പെട്ട 3 പദങ്ങളാണ്. ആദ്യം പർച്ചേസസ് എന്താണെന്ന് നോക്കാം. പേരിലുണ്ട് എന്താണ് പർച്ചേസ് എന്നുള്ളത്. ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ ആ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിന്റെ ആകെ തുകയെ നമ്മൾ വിളിക്കുന്ന പേര് പർച്ചേസസ് എന്നാണ്. ദി എമൗണ്ട് സ്പെൻഡ് ഫോർ ദി പർച്ചേസ് ഓഫ് ഗുഡ്സ്. അത് സർവീസും ആകാം, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാകുമ്പോൾ സർവീസും ആകാം. ദി എമൗണ്ട് സ്പെൻഡ് ഫോർ ദി പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, അതിനെ വിളിക്കുന്ന പേരാണ് പർച്ചേസസ്. നമ്മളിപ്പോൾ എം ഫർണിച്ചർ മാർട്ടിന്റെ കാര്യത്തില്
അവര് ഫർണിച്ചറായി കുറെ കാശിന് സാധനങ്ങൾ മേടിച്ചു. അത് കടവും മേടിച്ചിട്ടുണ്ടാവും, ക്യാഷിന് മേടിച്ചു, അതെല്ലാം വരും. അതുപോലെ ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി തടി വാങ്ങിച്ചു. ഇതിന്റെ എല്ലാം കൂടി ആകെത്തുകയാണ് അവരുടെ പർച്ചേസസ്. അവരവിടത്തേക്ക് വാങ്ങിച്ച മെഷീനറിയോ അല്ല മറ്റെന്തെങ്കിലും ഒന്നും വരില്ല. അതൊന്നും വിൽക്കാൻ വേണ്ടിയുള്ളതല്ല. ഗുഡ്സ് എന്ന് പറയുന്ന ഗണത്തിൽ പെട്ടത് എന്തൊക്കെ വാങ്ങിച്ചു? വിൽക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മാനുഫാക്ചറിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ എന്തെല്ലാം വാങ്ങിച്ചോ അവയുടെ ആകെത്തുകയാണ് പർച്ചേസസ് എന്ന് പറയുന്നത്. സോ ദ പർച്ചേസസ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ ദി പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. പർച്ചേസ് പോലെ പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് വാങ്ങുകയാണെങ്കിൽ ഈ വാങ്ങുന്ന ഗുഡ്സ് ഉപയോഗിച്ച് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വാങ്ങിയ ഗുഡ്സ് അതേപോലെ നമ്മൾ വിൽക്കുന്നു, ഉണ്ടാക്കിയ പ്രോഡക്റ്റും വിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ വിൽക്കുമ്പോൾ നമുക്കൊരു വരുമാനം ഉണ്ടാവും. വിൽപ്പന, ഗുഡ്സ് വിൽക്കുമ്പോൾ കിട്ടുന്ന തുകയെ വിളിക്കുന്ന പേരാണ് സെയിൽസ്. സോ ദ സെയിൽസ് ഈസ് ദി എമൗണ്ട് റിസീവ്ഡ് ഓർ എമൗണ്ട് ഏൺഡ് ത്രൂ ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ വിറ്റഴിച്ചുകൊണ്ട് ഒരു സ്ഥാപനം നേടിയെടുക്കുന്ന തുകയെ വിളിക്കുന്നവരാണ് സെയിൽസ്. അപ്പൊ നമ്മളൊരു കടയിലൊക്കെ ചെന്നാൽ എത്ര രൂപയുടെ സെയിൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അന്ന് അവർ വിറ്റ പൈസ എത്ര ഉണ്ട് അതെല്ലാം ചേർത്ത്. അത് കാശിന് വിറ്റതാവാം, കടത്തിന് വിറ്റതാവാം. ഒരു 1000 രൂപയുടെ സാധനങ്ങളുടെ വിറ്റത് കാശിനാണ്, അത് ക്യാഷ് അവിടെ ഉണ്ട്, അത്രയും ക്യാഷ് ഇരിപ്പുണ്ട്, 1000 രൂപ ക്യാഷ് ആയിരിപ്പുണ്ട്. 500 രൂപയുടെ ഗുഡ്സ് കടമായ ആർക്കെങ്കിലും ഒക്കെ വിറ്റിട്ടുണ്ട്. രണ്ടോട് ചേർക്കുമ്പോൾ 1500. ഈ 1500 രൂപയാണ് അവിടുത്തെ അന്നത്തെ സെയിൽസ് എന്ന് പറയുന്നത്. ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂട്ടുന്നതാണ്. ഗുഡ്സ് വിറ്റിട്ട് അവർ ഏൺ ചെയ്ത തുകയാണ്. സോ ദ സെയിൽസ് ഈസ് ദി എമൗണ്ട് ഏൺഡ് ത്രൂ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അടുത്ത ടേം സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന വാക്ക് നമുക്ക് പരിചിതമായതാണ്. വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അരിയുടെ സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച അരി ഉപയോഗിക്കാതെ ഇനി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നു. ഉപയോഗിച്ച് തീർന്നില്ല എന്നേ ഉള്ളൂ, അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഉപയോഗിക്കും. അതേപോലെ തന്നെ സ്ഥാപനങ്ങളിൽ സ്റ്റോക്ക് ഉണ്ടാവാം. ആ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒന്നുകിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഐറ്റംസ് ആ വിൽക്കാൻ കഴിയാതെ പോലെ. ഇപ്പൊ ഫർണിച്ചർ മാർട്ട് ഒരു 6 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് വെച്ചോ, അതിനകത്ത് 2 ലക്ഷം രൂപയുടെ ഇപ്പോഴും ബാക്കിയിരിപ്പുണ്ട് വിൽക്കാതെ. വാങ്ങിച്ചതും ഉണ്ടാക്കിയതും എല്ലാം കൂടെ ചേർത്താണ് 6 ലക്ഷം രൂപയുടെ. അതിൽ ആ വാങ്ങുകയും ഉണ്ടാക്കുകയും ഒക്കെ ചേർത്ത് 6 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. അതിൽ 2 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇപ്പോഴും വിൽക്കാതെ അവശേഷിക്കുന്നു, അൺസോൾഡ് ആണ്. അതേപോലെ അവർ തടി വാങ്ങിച്ചതിൽ ഇപ്പോഴും തടി ഉപയോഗിച്ച് ഫർണിച്ചർ പണിയാൻ വേണ്ടി തടി വാങ്ങിച്ചതാണ്, പക്ഷെ അതിപ്പോഴും ഒരു 50,000 രൂപയുടെ തടി ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. അപ്പോ സാധനങ്ങളായിട്ട് പ്രോഡക്റ്റ് ആയിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയും നമ്മൾ ഫർണിച്ചർ ഇരിക്കുന്നതിന്. ഫർണിച്ചറായിട്ട് 2 ലക്ഷം രൂപയുടെ ഉണ്ട്. റോ മെറ്റീരിയൽ ആണ് തടിയായിട്ട് 50,000 രൂപയുടെ. അപ്പൊ 2 ലക്ഷവും 50,000വും ചേർത്തിട്ട് 2,50,000 രൂപയുടെ സാധനങ്ങൾ ഇപ്പോഴും ഫർണിച്ചർ മാർട്ടിൽ വിൽക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ അൺസോൾഡ് ആയി അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയി അവശേഷിക്കുന്നു. ഈ 2,50,000 രൂപ, അതായത് വിൽക്കാതെ അവശേഷിക്കുന്ന 2 ലക്ഷം രൂപയും ഉപയോഗിക്കാതെ തടി ആയി അവശേഷിക്കുന്ന 50,000 രൂപ, ഇത് രണ്ടുകൂടെ ചേർത്ത് 2,50,000 വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക്. സോ ദ സ്റ്റോക്ക് ഈസ് ദി അൺസോൾഡ് ഓർ അൺയൂസ്ഡ് ഐറ്റംസ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൽ വാങ്ങിച്ചു വെച്ചിട്ടുള്ള അൺസോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസിനെയാണ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റോക്കിൽ വരാവുന്നത് ഇപ്പോ ഫർണിച്ചർ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, ഫർണിച്ചറിന്റെ പണിയെല്ലാം കഴിഞ്ഞാണ്. തടി എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ ആണ്, അത് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും. അവരുടെ വർക്ക്ഷോപ്പിൽ പോയി നോക്കിയാലേ ഇപ്പോ കുറച്ച് ടേബിളൊക്കെ അടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ടാവും, എന്നാൽ പോളിഷ് ചെയ്തിട്ടില്ല. അപ്പൊ അത് തടിയായിട്ട് റോ മെറ്റീരിയലായിട്ട് കിടക്കുകയല്ല, എന്നാൽ ഫിനിഷ്ഡ് ആയിട്ടില്ല, അത് ഉൽപ്പന്നമായിട്ട് ആക്കി വിൽക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടില്ല. ചിലപ്പോൾ അതിന്റെ ആണി അടിക്കാനുണ്ടാവും, അതിന്റെ ലോക്ക് വെക്കാനുണ്ടാവും, പക്ഷെ ടേബിളിന്റെ രൂപത്തിലാണ്. അതിനെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ സ്പെയർ പാർട്സ് ഉണ്ടാവും. അവിടെ ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് ലോക്കും അങ്ങനെയുള്ള ആണിയും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും സെമി ഫിനിഷ്ഡ് എന്നും പറയാൻ പറ്റില്ല, റോ മെറ്റീരിയൽ എന്നും വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഒന്നും വിളിക്കാൻ പറ്റില്ല. അത്തരം സാധനങ്ങളെ സ്പെയർ പാർട്സ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് സ്റ്റോക്കിൽ ഈ 4 ഐറ്റംസ് ആണ് ഒരു സ്ഥാപനത്തിന്റെ സ്റ്റോക്കിൽ ഉണ്ടാകാവുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവാം, സെമി ഫിനിഷ്ഡ് അല്ലെങ്കിൽ അർദ്ധ പൂർണ്ണ വസ്തുക്കൾ, അതായത് നമ്മൾ ആ ടേബിൾ പൂർണ്ണമല്ലാതെ കിടക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതുപോലെ റോ മെറ്റീരിയൽസ് ഉണ്ടാവാം, സ്പെയർ പാർട്സ് സ്റ്റോക്കിൽ ഉണ്ടാവാം. അപ്പൊ ദ സ്റ്റോക്ക് ഇൻക്ലൂഡ്സ് ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽസ് ഓർ സ്പെയർ പാർട്സ്. ഫർണിച്ചർ മാർട്ട് ഒരു പുതിയ സ്ഥാപനമാണ്.
അതുകൊണ്ട് ഈ വർഷം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആ എം ഫർണിച്ചർ മാർട്ട് ഈ നടപ്പ് വർഷത്തിൽ തുടങ്ങിയപ്പോൾ 1 രൂപയുടെ പോലും സ്റ്റോക്ക് ഇല്ലായിരുന്നു. എന്നാൽ ഈ വർഷം അവസാനമാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ 2,50,000 സ്റ്റോക്ക് ഉണ്ട്. അടുത്ത വർഷമാകുമ്പോഴോ ഈ വർഷത്തെ അവസാന ദിവസത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ വർഷത്തെ അവസാന ദിവസത്തെ സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുന്നവര് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ്. ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ ദി ക്ലോസിംഗ് ഡേ ഓഫ് ആൻ അക്കൗണ്ടിംഗ് ഇയർ. ഒരു വർഷത്തിന്റെ ഏറ്റവും അവസാന ദിവസം എത്ര രൂപയുടെ സ്റ്റോക്ക് ഒരു ബിസിനസ്സിലുണ്ടോ അതിനെ വിളിക്കുന്നവരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്കറിയാം എം ഫർണിച്ചർ മാർട്ടിന്റെ ഇപ്പൊ 2020 ആണ് വർഷമെങ്കിൽ 2020 ക്ലോസിംഗ് സ്റ്റോക്ക് 2,50,000. ആ 2,50,000 ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അടുത്ത വർഷം, അതായത് 2021 ജനുവരി 1-ാം തീയതി അവരുടെ ബിസിനസ് ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ സ്ഥാപനത്തിൽ അന്നത്തെ സ്റ്റോക്ക്. അത് വർഷത്തിന്റെ തുടക്കമാണ്. അപ്പൊ ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായി മാറും. ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പോൾ എന്താണ്? ഒരു വർഷത്തിന്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കാണ്. ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ ദി ഓപ്പണിംഗ് ഡേ ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഇയർ. ഒരു വർഷത്തിന്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കിനെ വിളിക്കുന്നവരാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഒരു പർട്ടിക്കുലർ വർഷത്തിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് തൊട്ടടുത്ത വർഷത്തിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കായി മാറുന്നത്. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എ particular year becomes the opening stock of the next year. Dear students, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ അക്കൗണ്ടിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പദങ്ങൾ പരിചയപ്പെടുകയുണ്ടായി. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അതുപോലെ സ്റ്റോക്കിന്റെ മറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള ആ കോൺസെപ്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സംശയമുള്ളവർ കമന്റ് ബോക്സിലൂടെ നമ്മൾ സംശയങ്ങൾ ചോദിക്കേണ്ടതാണ്. നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.